നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്കാവശ്യമായ സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക, പരമാവധി പ്രചരിപ്പിക്കുക. ഹൂ കേഴ്സ്? ആര് ശ്രദ്ധിക്കാൻ? ആരുണ്ട് ഇവിടെ കേൾക്കാൻ? ആരുണ്ട് ഇവിടെ ശ്രദ്ധിക്കാൻ? എൻ്റെ പൊന്ന് യുവ കോൺഗ്രസ് നേതാവേ, സാധാരണ കോൺഗ്രസ്സിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും ഒരാൾ MLA ആവണമെങ്കിൽ MP ആവണമെങ്കിലും കുറച്ച് പ്രായമാകും. പിന്നെ യൂത്തിൽ വഴിയും വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ മഹിള വഴി, യൂത്ത് വഴി, അല്ലെങ്കിൽ പ്രൊഫഷണൽ വഴിയിലൊക്കെ പിന്നെ അതുപോലെ സ്വതന്ത്രന്മാരൊക്കെ ആയിട്ട് വരെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പ്രായം കുറച്ച് വരും. അല്ലെങ്കിൽ ഒരു 50 വയസ്സെങ്കിലും ആകണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, യൂത്ത് മാർക്ക് കൊടുക്കുന്ന കോട്ടയിൽ വരാൻ പറ്റും. ആ കോട്ടയിലല്ല താങ്കൾ ജയിച്ചത്. പാലക്കാട് നിന്ന് ഉപതെരഞ്ഞെടുപ്പിലാണ് ജയിച്ചത്. ഷാഫി പറമ്പലിൻ്റെ വടകരയിലേക്ക് പോയുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് താങ്കൾ ജയിച്ചത്. താങ്കൾ വളർന്നു വരണം, വലിയ നേതാവാകണം, താങ്കൾ മന്ത്രിയാകണം ഭാവിയിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളായിരുന്നു നമ്മൾ ഒരുപാട് പേര്. കാരണം പക്ഷേ ഞാൻ കോൺഗ്രസ് അല്ല കേട്ടോ. യുവ നേതാക്കൾ വരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരു യുവ MLA ആയി താങ്കൾ വന്നു, വലിയ സന്തോഷമായി. പക്ഷേ താങ്കളുടെ MLA ആയതിനു ശേഷവും MLAക്ക് മുമ്പേയുമുള്ള ചില പെർഫോമൻസുകൾ, ചില പെട്ടി പ്രശ്നങ്ങൾ, ചില പെർഫോമൻസുകൾ കണ്ടിട്ട് ഞാൻ ഈ സുഭാഷിതം ചാനലിലും എൻ്റെ മറ്റൊരു ചാനലായ ഗ്രീൻ ഗ്ലോബലിലും പ്രമുഖമായ മറ്റു പല യൂട്യൂബ് ചാനലുകളിലും എൻ്റെ ബൈറ്റ് കൊടുത്തിരുന്നു. ശ്രദ്ധിക്കണം ഇത്തരം യുവ നേതാക്കൾ, യുവ MLA മാർ. വേടനുമൊക്കെ ഇത് ബാധകമാണ്. നിങ്ങൾക്കൊരു സ്വകാര്യ ജീവിതവുമുണ്ട്, ഒരു പൊതുജീവിതവുമുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ വരുന്നവർക്ക് ഒരു പൊതുജീവിതവും സ്വകാര്യ ജീവിതമുണ്ട്. സിനിമാ നടന്മാർക്ക് അതില്ല. അവർക്ക് പൊതുജീവിതമില്ല, സ്വകാര്യ ജീവിതമേ ഉള്ളൂ. മറ്റെല്ലാവർക്കും സ്വകാര്യ ജീവിതമേ ഉള്ളൂ. പക്ഷേ പൊതുരംഗത്ത് വരുന്നവർ, സാമൂഹ്യ രംഗത്ത് വരുന്നവർക്കും സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്കും പൊളിറ്റീഷ്യന്മാർക്കും ഒരു പൊതുജീവിതമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ വസ്ത്രം, നിങ്ങൾ സഞ്ചരിക്കുന്ന കാറ്, നിങ്ങളിടുന്ന ചെരുപ്പ്, നിങ്ങളുടെ കയ്യിലെ വാച്ച്, നിങ്ങളുടെ ഡൈ ചെയ്യുന്നത്, നിങ്ങളുടെ ഷർട്ട്, നിങ്ങളുടെ മുണ്ട്, നിങ്ങളുടെ അണ്ടർവെയർ ഉൾപ്പെടെ എല്ലാം ആരെങ്കിലും കണ്ടാൽ, സഹപ്രവർത്തകരെല്ലാം കണ്ടാൽ ഒറ്റ കൊടുക്കും. ഇവനിട ഏറ്റവും കൂടി അണ്ടർവെയർ ആണ് ഇടുന്നതെന്ന് ഒറ്റ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അണ്ടർവെയർ പബ്ലിക്കായിട്ട് ഇടുന്നതല്ലല്ലോ. അത് ഉൾപ്പെടെയല്ല, ഞാൻ അങ്ങനെ പറയുകയാണ്. സകല കാര്യങ്ങളെയും ഒരു സോഷ്യൽ ഐ ഉണ്ടായിരിക്കും, ഒരു സാമൂഹ്യമായ കണ്ണുണ്ടായിരിക്കും. അത് നോക്കിക്കൊണ്ടേയിരിക്കും. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, നമ്മളൊരു സെലിബ്രിറ്റി ആയാൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ UK കുട്ടികളും പെൺകുട്ടികൾക്ക് വലിയ ആരാധന വരും. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ നമ്മൾക്ക് ഹായ് പറയും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഹായ് പറയും. പിന്നെ ഫേസ്ബുക്കായി, ഇൻസ്റ്റയായി, എക്സായി, അങ്ങനെ ഒരുപാട് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. നമ്മളൊരു കാര്യം സ്നേഹത്തോടെ ഇടുമ്പോൾ അവർ ചിലപ്പോൾ ഒരു ലവ് സിമ്പൽ ഇടും. അപ്പോൾ നമ്മൾ 2 ലവ് സിമ്പലായി. അങ്ങനെ ഞാൻ എൻ്റെ വിശദാംശങ്ങൾ പോകുന്നത് അങ്ങനെ പോകും. പക്ഷേ എന്തായാലും ഈ യുവ MLAക്കെതിരെ വലിയ 2 ആരോപണമാണ് വന്നിരിക്കുന്നത്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഹണി ഭാസ്കറാണ്. അവരെ വളരെ മോശമായി അവരുടെ പിന്നാലെ കൂടി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അക്ഷരം കൊണ്ടോ റൂട്ട് മാറുമ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. ചിലരത് തമാശയായിട്ടെടുക്കും, ചിലരത് സീരിയസ് ആയിട്ടെടുക്കും, ചിലരത് വഴങ്ങും. പല രൂപത്തിലാണ്. എന്തായാലും താങ്കളുടെ പോസ്റ്റുകൾ, ഈ ഹണി ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു പ്രവാസി എഴുത്തുകാരി, അവരിപ്പോൾ ഇരയൊന്നുമല്ല, അതുകൊണ്ടാണ് ആ പേര് പറയുന്നത്, എഴുത്തുകാരി പരസ്യമായി പത്രസമ്മേളനത്തിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ യുവ MLAക്കെതിരെ. രണ്ടാമത് മറ്റൊരു നടി, അവരുടെ പേരിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അവരും ഇരയൊന്നുമല്ല, പക്ഷേ അവർക്കും ഒരുപാട് അശ്ലീല സന്ദേശങ്ങളൊക്കെ കിട്ടിയെന്നും അവർ അത് മോശമായി എടുത്തില്ല, അവർ ചതിച്ചെത്തില്ല. പക്ഷേ എങ്കിൽ പോലും യുവ MLAയുടെ സ്വഭാവത്തെക്കുറിച്ച് സമൂഹത്തോട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പത്രങ്ങളിൽ വലിയ വാർത്തയാണ്. റിനി ആർ ജോർജ് എന്ന് പറയുന്ന സിനിമാ നടിയാണ്. അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചാനലിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ഫാഷൻ ലേഡിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 2 പേർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി എത്ര പേർ വരാനിരിക്കുന്നു എന്നറിയില്ല. യുവ നേതാക്കളെ, ഹൂ കേഴ്സ്? ദ സൊസൈറ്റി കേഴ്സ്, ദ പീപ്പിൾ കേഴ്സ്, ദ ഫാമിലി കേഴ്സ്, സീനിയർ നേതാക്കൾ കേഴ്സ്, ഫ്രണ്ട്സ് കേഴ്സ്, എല്ലാവരും കേഴ്സാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അത് മാവിൻ്റെ മൂട്ടിലായാലും പ്ലാവിൻ്റെ മണ്ടയിലായാലും
വാഴയുടെ മൂട്ടിലായാലും ചെടികളുടെ മണ്ടയിലായാലും ഫലം വരുമ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങും. പിന്നെ ആ മാവിലും ചക്കയിലും എല്ലാ വസ്തുക്കളിലും ഒരു കണ്ണുണ്ടായിരിക്കും. പിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊഴുത്തു പോകും. അതുകൊണ്ട് തന്നെ ഹൂ കെയേഴ്സ് എന്നുള്ളതിനുള്ളൊരു മറുപടി എല്ലാവരും കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൾ കെയേഴ്സ് എന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ടെർമിനോളജി കിട്ടി. ഹൂ കെയേഴ്സ്, ആൾ കെയേഴ്സ്.